വെറും CaSO4 ആണ്, അതുകൊണ്ട് അവിടെ ഹാഫ് H2O എന്ന് പറയുന്നത്. പ്ലസ് ഈ 3H2 ആണ് 3 മോൾ H2 ആണ് പുറത്തേക്ക് പോയത്. അപ്പൊ ഇവിടെ നമ്മൾ CaSO4 ഒരെണ്ണമായിട്ട് പറഞ്ഞതുകൊണ്ട് ഹാഫ് H2O പ്ലസ് എന്ത് വേണം, വീണ്ടും 1.5 H2O, 1.5 H2O. ഹായ്, ഇന്നത്തെ വീഡിയോ CBC 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്ട്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, അതിൻ്റെ വിവരണങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടുത്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓൺ ഹീറ്റിംഗ് ജിപ്സം അറ്റ് 373 കെൽവിൻ. 373 കെൽവിൻ എന്ന് പറഞ്ഞാൽ 273 പ്ലസ് 100. അപ്പൊ നമ്മുടെ ഇറ്റ് ലോസസ് വാട്ടർ മോളിക്യൂൾസ്. അപ്പൊ 100 ഡിഗ്രിയിൽ തിളച്ച് കഴിയുമ്പോൾ, ഇത് ചാപ്റ്റർ വൈസ് ചിന്തിക്കേണ്ട, കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. ഇതൊരു 100 ഡിഗ്രിയിൽ തിളച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെള്ളത്തിന്റെ കണ്ടന്റ് 100 ഡിഗ്രി കഴിഞ്ഞാൽ വെള്ളം ഗേജ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോ 100 ഡിഗ്രിയിൽ ചൂടാക്കിയാൽ, അതായത് 373 കെൽവിനിൽ ഇത് ചൂടാക്കിയാൽ സ്വാഭാവികമായിട്ടും അതിലെ വാട്ടർ കണ്ടന്റ് വാട്ടർ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, അതായത് സ്റ്റീമായിട്ട്, നീരാവിയായിട്ട് മാറും. അപ്പൊ ആ വാട്ടർ അത് എന്താവും, അതിൽ നിന്നും രക്ഷപ്പെട്ടു. ഓൺ ഹീറ്റിംഗ് ജിപ്സം അറ്റ് 373 കെൽവിൻ ഇറ്റ് ലോസസ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ബിക്കം കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. CaSO4 ഹാഫ്, അത് പ്ലസ് അല്ല നോക്കുക, ഹാഫ് H2O. അപ്പൊ H2O കണ്ടന്റ് ഹാഫ് മോൾ ആണ് അവിടെ ഉണ്ടാവുക. CaSO4 ഒരു മോളിന്റെ കൂടെ ഹാഫ് മോൾ H2O ആണ് ഉണ്ടാവുക. ഇറ്റ് ലോസസ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ബിക്കം കാൽസ്യം സൾഫേറ്റ്. വാട്ടർ മോളിക്യൂൾസ് ശരിക്കും ഒരു മോൾ പോലെ അതില്ല, അതിന്റെ പകുതിയേ ഉള്ളൂ. ബേസിക്കലി 2 CaSO4 molecules are sharing 1 H2O molecules. Hence CaSO4 half H2O. അപ്പൊ 2 CaSO4 molecules ആണ് H2O മോളിക്യൂൾ, ഒരു വാട്ടർ മോളിക്യൂളുമായിട്ട്, അല്ലെങ്കിൽ 2 മോൾ CaSO4 1 മോൾ വാട്ടർ മോളിക്യൂളുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ മോൾ കൺസെപ്റ്റ് പറയാതെ, അതിന്റെ പേര് മാത്രം, ബാലൻസ് അല്ലാതെ പേര് മാത്രം പറയുവാണെങ്കിൽ അവിടെ ഹാഫ് H2O വരും. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഈ ജിപ്സം നമ്മൾ ഹീറ്റ് ചെയ്ത് വാട്ടർ കണ്ടന്റ് ഒഴിവാകുമ്പോൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് എ വൈറ്റ് പൗഡർ and on mixing with water it changes to gypsum, once again giving a hard solid mass. അപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതൊരു പൊടിയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വൈറ്റ് പൗഡർ. പിന്നെ അതിന്റെ പ്രത്യേകത എന്താ, and on mixing with water it changes to gypsum once again. അപ്പൊ ഈ ജിപ്സത്തെ നമ്മൾ ഹീറ്റ് ചെയ്ത് അതിലെ വാട്ടർ കണ്ടന്റിനെ, കുറെ വാട്ടർ കണ്ടന്റിനെ മാറ്റിയിട്ട് പൊടിയായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിനെ അഗെയിൻ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ എന്തുണ്ടാവും, അത് വീണ്ടും സോളിഡ് ആയിട്ട് മാറും, ജിപ്സോ ആയിട്ട് തന്നെ മാറും. ഇറ്റ് ചേഞ്ചസ് ടു ജിപ്സം വൺസ് അഗെയിൻ ഗിവിംഗ് എ ഹാർഡ് സോളിഡ് മാസ്. അപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കണ്ടിട്ടുണ്ടാവും, ഈ പുട്ടിയിടാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം. അതിനെ, ആ പൊടിയിനെ വെള്ളത്തിൽ കലക്കി കുഴച്ചിട്ടൊക്കെയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് വരും. അതുപോലെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഒക്കെ ഇടുന്നത്, അതും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പൊടിയുള്ള ഒരു കോട്ടണില് ആ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രൂപത്തിലായിരിക്കും കിട്ടുക. അതാണ് നമ്മൾ കയ്യിലൊക്കെ ചുറ്റുക. അത് ചുറ്റിനെ നനച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്താവും, അത് വീണ്ടും ഹാർഡായിട്ട്. അതേപോലെ ഇത് വെറുതെ തുറന്നു വെച്ചാലും, നിങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ സിമെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പൊ സിമെന്റൊക്കെ ചാക്കിൽ വെറുതെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് സൂക്ഷിച്ചാൽ, അത് മോയ്സ്ചർ ഉള്ളിടത്ത്, തണുപ്പൊന്നല്ല മോയ്സ്ചർ ഉള്ളിടത്ത്, ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് സൂക്ഷിച്ചാൽ അത് ഈ വെള്ളത്തെ അബ്സോർവ് ചെയ്യും. അങ്ങനെ സിമെന്റ് കട്ടയായി പോകും. സിമെന്റ് ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെക്കുകയും മാറ്റി വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാതെ മൂടിയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇപ്പൊ ഭിത്തിയിലേക്ക് സിമെന്റ് തേച്ചാൽ പിന്നെ നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ സിമെന്റ് കലക്കുന്ന പോലെ തന്നെ കലക്കിയിട്ട് വീണ്ടും അതിന്റെ മുകളിൽ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പ്ലാസ്റ്ററിങ്ങിന് ശേഷം അതുകൂടെ പ്ലാസ്റ്റർ ചെയ്യുന്നു. ക്ലിയർ ആയിട്ട് നമ്മുടെ വാൾസ് ഒക്കെ ക്ലിയർ ആയിട്ട് വരുന്നു. അപ്പൊ അത് വെള്ളത്തിൽ കലക്കുമ്പോൾ ഈ സാധനം സോളിഡ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് സിമെന്റ് അല്ല, സിമെന്റ് പോലെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി സിമെന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊടിയാണ്. അത് വെള്ളത്തിൽ കലക്കിയാൽ, അതായത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ പെട്ടെന്ന് കലങ്ങും. ഇല്ലാതെ തണുപ്പത്ത് ഈ മോയ്സ്ചർ ഉള്ളിടത്ത് വെച്ചാൽ തന്നെ ആ വെള്ളത്തെ അബ്സോർവ് ചെയ്തിട്ട് അത് സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. CaSO4 2H2O പ്ലസ് ഹീറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ, അപ്പൊ ജിപ്സത്തെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാവുന്നത് CaSO4 ഹാഫ് H2O. നമ്മൾ ഇവിടെ പറഞ്ഞു, ഓൺ ഹീറ്റിംഗ്
Gypsum at 373 Kelvin, it loses water molecules and become calcium sulfate hemihydrate. അതാണ് CaSO4 half H2O. ആ H2O പുറത്തേക്ക് പോകും. ഹീറ്റ് ആക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നതാണ് പ്ലസ് H2O. അപ്പോൾ ഈ കിട്ടിയ 2CaSO4 half H2O, CaSO4 H2O ആണ്. അപ്പൊ 2CaSO4 ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ 2CaSO4 കൊടുത്താൽ H2O, ഒരു H2O പ്ലസ് 3H2O, അതായത് ചൂടാക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന H2O, ഗ്യാസ് ആയിട്ടായിരിക്കും പോവുക, നീരാവിയായിട്ട്. പ്ലസ് ഓഫ് പാരീസ് പ്ലസ് വാട്ടർ. ഇനി ഇത് അഗെയിൻ വീണ്ടും അതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് കിട്ടിയാൽ എന്ത് സംഭവിക്കും? CaSO4 half H2O പ്ലസ് 1.5 H2O, അതായത് ഇവിടെ 3 മോളിക്യൂൾസിന്റെ കേസിൽ, മോളിന്റെ കേസിൽ പറയുമ്പോൾ ഇവിടെ 3H2O പുറത്തേക്ക് പോയത്. അപ്പൊ അതേപോലെ തന്നെ ഈ ഇവിടെ 1.5 H2O പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് 2 ഇക്വേഷനിൽ 2CaSO4 ആണ് പറയുന്നതെങ്കിൽ 1H2O പ്ലസ് 3H2O മോളിത്തെ ഇക്വേഷനിൽ പറഞ്ഞേക്കുന്നത്. മോളിത്തെ ഇക്വേഷനിലെ പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോ ഇത് റിയാക്ടന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. മോളിത്തെ ഇക്വേഷന്റെ പ്രൊഡക്റ്റ് നോക്കുക, 2CaSO4 H2O പ്ലസ് 3H2O ആണ്. അത് ഓരോ ആ 2 എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ മോൾസിന്റെ എണ്ണം മാറ്റി ഒരേപോലെ പറയുന്നതുകൊണ്ടാണ് ഇവിടെ ഹാഫ് H2O വന്നേക്കുന്നത്. ഇക്വേഷൻ ആണ് പലർക്കും സംശയം വരും, എന്താ അങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇത് 2 ഇവിടെ മോളത്തെ പ്രൊഡക്റ്റ് നോക്കുക, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് 2CaSO4 H2O ആണ്, അവിടെ പ്ലസ് 3H2O ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് ഈ ജിപ്സം വീണ്ടും തിരിച്ച് വരാൻ വേണ്ടി എഴുതിയ ഇക്വേഷനില് CaSO4 മാത്രമേ ഉള്ളൂ, 2CaSO4 ഇല്ല. നോട്ട് ചെയ്യാം, 2CaSO4 നല്ല എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ റിയാക്ടന്റ് വെറും CaSO4 ആണ്, അതുകൊണ്ടാണ് അവിടെ ഹാഫ് H2O എന്ന് പറയുന്നത്. പ്ലസ് ഈ 3H2 ആണ് 3 മോൾ H2O ആണ് പുറത്തേക്ക് പോയത്. അപ്പൊ ഇവിടെ നമ്മൾ CaSO4 ഒരെണ്ണമായിട്ട് പറഞ്ഞതുകൊണ്ട് ഹാഫ് H2O പ്ലസ് എന്ത് വേണം, വീണ്ടും 1.5 H2O, 1.5 H2O. ഇത് മോളത്തെ ഇക്വേഷന്റെ നേരെ പകുതിയാക്കി എന്ന് വിചാരിച്ചാൽ മതി. ഗിവ്സ് വെള്ളം ചേർത്തു. നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വെള്ളം ചേർത്താൽ സംഭവിക്കും, അവിടെ ജിപ്സം ആയിട്ട് മാറും. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലസ് വാട്ടർ H2O കൊടുത്തു, വെള്ളം ഒഴിച്ചു, അപ്പോൾ അത് ജിപ്സം ആയിട്ട് ഫോം ചെയ്തു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ പേജിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ആദ്യം ജിപ്സത്തെ ഹീറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് പൗഡർ ആക്കി മാറ്റി. ഹീറ്റ് ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് പോയി. ഇനി അതിൽ അഗെയിൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അത് അഗെയിൻ ജിപ്സം ആയിട്ട് മാറും, അത് ഹാർഡ് സോൾഡ് ആയിട്ട് മാറും. ഇനി യൂസസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഉപയോഗം. ഇറ്റ് ഈസ് യൂസ് ആസ് പ്ലാസ്റ്റർ ഓഫ് സപ്പോർട്ടിംഗ് ഫ്രാക്ചേർഡ് ബോൺസ് ഇൻ ദ റൈറ്റ് പൊസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞ യൂസ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കോട്ടണിൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചുറ്റി കഴിഞ്ഞ ശേഷം അതിനെ നനച്ചു കൊടുത്താൽ, വെള്ളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് ഹാർഡായിട്ട് മാറും. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ആസ് പ്ലാസ്റ്റർ. അപ്പോൾ കൈക്കും കാലിലൊക്കെ പ്ലാസ്റ്റർ ഇടുവാന്ന് കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്ലാസ്റ്ററിനെ യൂസ് ചെയ്യുന്നതാണ് ഫോർ സപ്പോർട്ടിങ് ഫ്രാക്ചേർഡ് ബോൺസ് ഇൻ ദ റൈറ്റ് പൊസിഷൻ. അവിടെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചാൽ പിന്നെ അത് അനക്കാൻ പറ്റൂല, അനങ്ങൂല. അപ്പൊ ആ പൊസിഷനിൽ സെറ്റ് ആവുന്നവരെ നിർത്താൻ വേണ്ടിയാണ് പ്ലാസ്റ്റർ ഇടുന്നത്. ഈ പ്ലാസ്റ്റർ ഇടുക എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. നേരത്തെ ഒന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടോയ്സ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ടോയ്സും അതുപോലെ പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സിമെന്റ് പോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ച് ഒരു രൂപത്തിലേക്ക് ആക്കാൻ പറ്റുന്ന, അതായത് പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇറ്റ് ഈസ് യൂസ് ആസ് മെറ്റീരിയൽസ് ഫോർ ഡെക്കറേഷൻ. ഈ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടോയ്സ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ അതിന്റെ അതേപോലെ തന്നെ ഒരു ഉപയോഗമാണ് ഈ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനെ നമുക്ക് കുഴച്ചെടുത്ത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ഇത് ഹാർഡ് സോൾഡായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പല രൂപങ്ങളും ഡെക്കറേഷന് വേണ്ടിയിട്ടും ഇതെല്ലാം പ്ലാസ്റ്റിക്കിലും സംഭവിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ഹാർഡായിട്ട് മാറുന്നു. ടോയ്സ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ രൂപത്തിനെ ടോയ്സിനെ ആക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം റെസ്റ്റ് ചെയ്യാൻ അത് ഹാർഡായിട്ട് മാറും. അതേപോലെയാണ് ഡെക്കറേഷന് പല രീതിയിലുള്ള ഡിസൈനുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കും. ഇറ്റ് ഈസ് യൂസ് ഫോർ മേക്കിംഗ് സർഫസ് സ്മൂത്ത്. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിരുന്നു, വാളിനൊക്കെ പുട്ടിയിടുന്ന വാൾ പുട്ടീസൊക്കെ, അത് സർഫസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അവിടെ പുട്ടിയിടുന്നൊരു പടമുണ്ട്. അപ്പൊ അവിടെ ഇത് വെള്ളത്തിൽ കലക്കി, അതായത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴഞ്ഞ പരുവത്തിലാകുമ്പോൾ അതെടുത്ത് അവിടെ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വാട്ടർ ഇതിന്റെ കണ്ടന്റ് കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ എന്താവും, അത് ഹാർഡായിട്ട് മാറും. ഇപ്പൊ കാണിച്ചിരിക്കുന്നത് വാൾപുട്ടിയാണ്, ഭിത്തിയിലൊക്കെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇത്രയൊക്കെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഉപയോഗങ്ങൾ. ഇപ്പൊ നമ്മൾ കുറെ കഴിഞ്ഞ
പല പല വീഡിയോകളിലായിട്ട് ഓരോ പാർട്ടായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യ ഭാഗത്തൊക്കെ പല എക്സ്പീരിയൻസും ഉണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഓരോന്നായിട്ട് പല പല പാർട്ടായിട്ടാണ് പല വീഡിയോകളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഭാഗത്തൊക്കെ ഇതൊക്കെ അവസാന ഭാഗം ഇതിലൊക്കെ നമ്മൾ ഇതിന്റെ യൂസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ ടൈംസ് ഒന്നുമില്ല, എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷെ മുമ്പത്തെ വീഡിയോകൾ ഇതിന്റെ പല ഇക്വേഷൻസും പല ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷനും എല്ലാം മുമ്പുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഏകദേശം ചാപ്റ്റർ മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കൃത്യമായ ആനിമേഷൻ അടക്കം നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് വരാം.